നമസ്കാരം. സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ പിന്നെ അങ്ങ് വലിയ വിവാദത്തിലേക്ക് പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി മിടുക്കനാണെന്നാണ് തൃശ്ശൂരിലെ മേയർ MK വർഗീസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നഗരത്തിൻ്റെ, അതായത് തൃശ്ശൂരിൻ്റെ പ്രഥമ പൗരൻ നമ്മുടെ സുരേഷ് ഗോപിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി വോട്ട് തേടി സുരേഷ് ഗോപി കോർപ്പറേഷൻ ഓഫീസിലെ തൻ്റെ ചേംബറിലെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തെ സാക്ഷി നിർത്തി നമ്മുടെ മേയറുടെ പ്രതികരണം. MP ആകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലെന്നും സുരേഷ് ഗോപി അതിന് യോഗ്യനാണെന്നും കാലങ്ങളായി നാം കണ്ടുവരുന്നതാണെന്നും വർഗീസ് പറയുകയുണ്ടായി. അതേസമയം പരാമർശം വിവാദമായതോടെ സുരേഷ് ഗോപിയെ പിന്തുണച്ചതിൽ നിന്നും മലക്കം മറിഞ്ഞ് തൃശ്ശൂർ കോർപ്പറേഷനിലെ LDF മേയർ MK വർഗീസ്. സുരേഷ് ഗോപിയെ താൻ പിന്തുണച്ചിട്ടില്ല, സുരേഷ് ഗോപി നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് മാത്രമാണ് പറഞ്ഞത്, ചോദിച്ചതിന് മറുപടി പറയുക മാത്രമാണ് ചെയ്തത്, 1 കോടി രൂപ സുരേഷ് ഗോപി കോർപ്പറേഷന് തന്നു എന്ന് മാത്രമാണ് പറഞ്ഞതെന്ന് ഒടുവിൽ വർഗീസിന് തിരുത്തേണ്ടി വന്നു. ഇടതു പിന്തുണയോടെ തൃശ്ശൂർ മേയർ സ്ഥാനത്ത് തുടരുന്ന കോൺഗ്രസ് വിമത കൗൺസിലറാണ് MK വർഗീസ്. സുരേഷ് ഗോപിയെക്കുറിച്ച് മേയർ പറഞ്ഞത് ഇങ്ങനെയാണ്: MP ആകുക എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റുന്ന ഒരു സംഭവമല്ല. അതിന് കുറേ ഗുണങ്ങൾ വേണം. ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയുള്ളവരെയാണല്ലോ നമ്മൾ പൊതുവെ തിരഞ്ഞെടുത്ത് വിടുന്നത്. ഇതെല്ലാം സുരേഷ് ഗോപിക്കുണ്ട് എന്നത് കാലങ്ങളായി നാം കണ്ടുവരുന്നതാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനാണ്. തൃശ്ശൂർ മേയർ എന്ന നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ഇന്നുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചിന്തയും അങ്ങനെ തന്നെയാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കും, സ്വതന്ത്രമായി പ്രവർത്തിക്കും. ഒടുവിൽ വലിയ വിവാദത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം തിരുത്തി. എങ്ങനെ? തൃശ്ശൂരിൻ്റെ വികസനത്തിന് സഹായിക്കാൻ വരുന്ന ആരെയും ഞാൻ സ്വീകരിക്കും, ആരെയും വെറുതെ വിടില്ല. തൃശ്ശൂരിനെ ഏറ്റെടുത്ത് വികസന രംഗത്ത് വരുമ്പോൾ ആര് എങ്ങനെ എന്നത് ഞാൻ നോക്കുന്നില്ല എന്നാണ് വർഗീസ് പറയുന്നത്. സംഭവം വിവാദമായതോടെ മേയർ തിരുത്തിയത് ഇങ്ങനെയാണ്: ഞാൻ സ്വതന്ത്രനാണ്, നാട് നന്നാക്കാൻ ആര് സാമ്പത്തിക സഹായം തന്നാലും അത് വാങ്ങുക എന്നത് മാത്രമേ തൻ്റെ ലക്ഷ്യമുള്ളൂ, അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. പിന്തുണ കൊടുക്കലല്ല. സുരേഷ് ഗോപി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. മറ്റുള്ള സ്ഥാനാർത്ഥികളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 3 സ്ഥാനാർത്ഥികളും മിടുക്കന്മാരാണ്, 3 പേരും ഫിറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ EP ജയരാജൻ നേരത്തെ തന്നെ BJP സ്ഥാനാർത്ഥികൾ ചിലരൊക്കെ പരമയോഗ്യന്മാരാണ് എന്നൊക്കെ നേരത്തെ സൂചിപ്പിച്ചു. BJPക്ക് EP ജയരാജൻ്റെ പിന്തുണയ്ക്ക് ശേഷം ഇപ്പോൾ ഇതാ തൃശ്ശൂർ മേയറുടെ പിന്തുണ കൂടി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഒന്നുകൂടി എളുപ്പമാക്കി കൊടുത്തിരിക്കുകയാണ് തൃശ്ശൂർ മേയർ.